ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഭയങ്കര മഴയാണ്. കാശി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങുവാണ്. അപ്പം അമ്മച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അമ്മച്ചി ഇപ്പോൾ വന്നിട്ട് 3 മാസമായി. ശ്രീമോൻ്റെ ബർത്ത്ഡേക്ക് വന്നതായിരുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നെ കൊണ്ടുവിടടി, എന്നെ കൊണ്ടുവിടുമെന്ന്. പക്ഷേ ഏട്ടന് 3rd സാറ്റർഡേ ആണ് ലീവ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തു ഇന്ന് വൈകിട്ട് പോയാൽ 2 ദിവസം നമുക്ക് അവിടെ നിൽക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ പോകാൻ റെഡിയായി ഇറങ്ങുവാണേ. ഞങ്ങൾ വന്ന വഴിയൊന്നും മഴയില്ലായിരുന്നേ. ഞങ്ങളിവിടെ വീട്ടിൽ വന്ന് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങി. ഇപ്പം ഞാൻ കാറിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് വോയിസ് ഇടുന്നത്. ഭയങ്കര സൗണ്ടും കാര്യങ്ങളും, പിള്ളേർ അലയും വിളിയും കാരണമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വണ്ടിയിലോട്ട് വന്ന് കയറി. ഇടയ്ക്ക് അമ്മ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഭയങ്കര കാറ്റും മഴയാണ് കൊല്ലത്തെന്ന്. എന്തുമായാലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് വന്ന വഴിയൊന്നും മഴയില്ലായിരുന്നു. പക്ഷെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മളൊരു 6:45 ആയപ്പോഴേ ഇറങ്ങിയ. പിന്നെ ഗേറ്റ് അടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 9:30 ആ സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴി തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് ഇപ്പം വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. അത് ഇറങ്ങി വരുന്നില്ല, വണ്ടി കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. എനിക്ക് തോന്നുന്നു രമ്യ എന്നെന്തോ ആണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ ആണെങ്കിൽ കയറി പൊറോട്ട, എൻ്റെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും പറഞ്ഞു. പിന്നെ കാശിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാശിക്ക് ദോശ പറഞ്ഞു. അപ്പോൾ കൈ വയ്യാത്തതുകൊണ്ട് തന്നെ ശ്രീമോനെ പിടിച്ചുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഏട്ടൻ പിടിച്ചുകൊണ്ട് ഞാൻ വേഗം കഴിച്ചിട്ട് മാറി, എന്നിട്ട് ഏട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ചേച്ചിയും ചേട്ടനും ചോദിച്ചു യൂട്യൂബറാണോ, യൂട്യൂബിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ യൂട്യൂബിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫിയും ചായയും ഓർഡർ ചെയ്തു. ഏട്ടന് ചായ, എനിക്ക് കോഫി. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കോഫിയൊക്കെ കുടിക്കുന്നതെന്നുള്ളത്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മോനും ഓംപ്ലേറ്റ് വേണം. അങ്ങനെ 2 പേർക്കും ഓരോ ഓംപ്ലേറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഇതൊക്കെ പോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഹോട്ടലിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സെയിലിന് വെച്ചേക്കുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊക്കെ. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഏനാത്തുനിന്നാണ് സാധാരണ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നത്. ഇന്നാണെങ്കിൽ വണ്ടിയെ കയറിയപ്പോൾ തൊട്ടേ കാശി വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ ഫുഡ് കഴിക്കാൻ കയറിയത്. അങ്ങനെ അതിനകത്ത് നമ്മൾ എന്നും കഴിക്കുന്ന ഹോട്ടലിൽ വന്ന് അമ്മച്ചിക്ക് ഒരു ഷവർമ്മ വാങ്ങിച്ചു. അമ്മച്ചി അങ്ങനെ അധികം ഷവർമ്മയൊന്നും കഴിക്കുന്ന ആളല്ല. പിന്നെ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന എന്തായാലും ഈ സമയം ആയതുകൊണ്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷവർമ്മ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കാശി ഐസ്ക്രീമൊക്കെ എടുക്കാൻ നിന്നായിരുന്നു പപ്പ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയില്ല, ശ്രീമോൻ ഉറക്കമായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ കയറി. അങ്ങനെ എനിക്ക് പറ്റിയൊരു പണിയെന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം പറക്കി വെച്ചു. അപ്പോൾ ശ്രീമോന് പാമ്പസ് മാത്രം എടുത്തില്ല, അതാണെങ്കിൽ മെത്തേഡ് അടിയിലായിപ്പോയി. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊരു റിലയൻസ് ഉണ്ട്, അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് വരുവാണേ. നോക്കി വന്ന് അങ്ങനെ ഓമലൂർ കഴിഞ്ഞ് ഒരിടത്തുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടൂർ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ ഒരു സുഖം, സന്തോഷം, നമ്മുടെ പത്തനംതിട്ട എത്താറായെന്നുള്ള ഒരു സന്തോഷം. അങ്ങനെ പിന്നെ ഓമലൂർ കഴിഞ്ഞ് അങ്ങനെ സ്മാർട്ടിലെത്തി. നമ്മൾ ഇവിടെ വന്നപ്പോൾ ആകെ കുറച്ച് പാമ്പസ് മാത്രം, മമ്മി പോക്കോയും പിന്നെ മദേഴ്സിൻ്റെ എന്തോ ഒരു ഇതൂടെ കേട്ടോ, മദർ കെയർ, അങ്ങനെ 2-3 എണ്ണം മാത്രമേ ഉള്ളായിരുന്നു. ഒരുപാട് ഞാനാണെങ്കിൽ 64 പീസിൻ്റെയൊക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത്. അതൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 42 പീസിൻ്റെ ഒരു ഇതാണ് കിട്ടിയത്, ഫാമിലി പാക്കാണ് കിട്ടിയത്. അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് എത്തുവാണേ. നമ്മുടെ വഴിയെ കയറിയപ്പോൾ തന്നെ ഓഫ് റോഡ് കയറുന്ന ഒരവസ്ഥയായിരുന്നു. റോഡ് പണിക്ക് വേണ്ടിയിട്ട് എല്ലാം കുത്തിക്കളച്ചിട്ടേക്കുമായിരുന്നേ. അങ്ങനെ പത്തനംതിട്ട പരിയാരം നമ്മുടെ വീടെത്തി. വിജീഷണ്ണനും ആശയും കുഞ്ഞും എല്ലാം ഇപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോഴേ എല്ലാവരും ചാടി ഇറങ്ങി വന്നേ. ഹലോ ഗൈസ്, എല്ലാരും ഹലോ ഗൈസ്. കുട്ടോടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം കുട്ടുകാരിക്ക് ഓടിയാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഫ്ലാഷ് ഓൺ ആയിരുന്നതാ. അത് കുട്ട കൊട്ട് സൂപ്പർ ആയിരുന്നു.
പേടിയോ? ഇത്ര പേടിയോ? അതെ അതെ, നിങ്ങൾ ഇച്ചിരി കിടന്നോട്ടെന്ന് കരുതി. കഴിക്ക് വേദനയുണ്ട്. എന്നാ പോവാണ്. അപ്പൊ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.